വീട്ടിലുണ്ടായി ഈ വഴുതനങ്ങ കൊണ്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് വഴുതനങ്ങ എടുത്ത് തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 വഴുതനങ്ങയാണ് ഞാനെടുത്തത്, 2 കുട്ടിയാണ്. അതിന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ട പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുക കേട്ടോ. ഞാനിതിന് വഴുതനങ്ങ ബജ്ജി എന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് ആവശ്യമുള്ള മാവ് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ വേണം. ഞാനെടുത്ത വഴുതനങ്ങയ്ക്ക് ഒരു 5 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവറാണ് വേണ്ടത്. അതിനനുസരിച്ച് എടുക്കുക. കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ, പിന്നെ ടേസ്റ്റിനായിട്ട് നമ്മൾ ഗരം മസാല, ഒരൽപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ആവശ്യമാണ്. ഒരു കോഴിമുട്ട അതിലേക്ക് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് പിന്നെയാണ് ഓർത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേലും കുറച്ച് അളവിലാക്കി ഉണ്ടാക്കാം. പിന്നെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി റസ്ക് പൗഡർ വേണം. റസ്ക് എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കട്ട്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാറില്ല, അതുപോലെ നമ്മൾ ഓരോ വഴുതനങ്ങ എടുത്ത് ഈ മാവിൽ മുക്കി നമ്മൾ റസ്കിൻ്റെ പൊടിയിൽ പുരട്ടിയെടുക്കാം. അതുപോലെ എല്ലാതും പുരട്ടി വയ്ക്കാം. ഇതാ ഇതുപോലെ. ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതാ ഇത് നല്ല സോസൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ വഴുതനങ്ങ ആണെന്നേ അറിയത്തില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പുതിയ റെസിപ്പി ഞാൻ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു.